ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മുടെ മേഘാലയ തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നദി, അതാണ് ഈ നദി. ഉമാങ്കോട്ട് നദി എന്നാണ് ഇതിൻ്റെ പേര്. ഒരുപക്ഷേ ഈ നദിയെക്കുറിച്ച് നിങ്ങൾ കുറച്ച് ആളുകളെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഈ നദിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്രിസ്റ്റലായിട്ടുള്ള വെള്ളമാണ്. അതായത് മുകളിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നദിയിൽ കൂടി പോകുന്ന മീൻ വരെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത്രയ്ക്ക് വൃത്തിയായിട്ടാണ് ഈ നദി കിടക്കുന്നത്. അതേപോലെ തന്നെ ചെളി പിടിച്ച സ്ഥലങ്ങളോ അങ്ങനെയൊന്നുമില്ല. എല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ മനസ്സിലാവും. പക്ഷേ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഡ്രോൺ വ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നദി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതിശയം തോന്നും. അതേപോലത്തെ ഉള്ള ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള വെള്ളമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതാ നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും എന്ത് നീറ്റായിട്ടാണ് ഇത് നദി കിടക്കുന്നതെന്ന്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് എന്നൊക്കെ പറയാവുന്ന ഒരു നദി തന്നെയാണ്. ഈ നദി ഇങ്ങനെ കിടക്കാനായിട്ട് ഇവിടുത്തെ ലോക്കൽ ആളുകളും കുറച്ച് അധികം ബുദ്ധിമുട്ടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കുപ്പികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞാൽ തന്നെയാണെങ്കിലും ഇവരപ്പോൾ തന്നെ അത് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ആളുകളും ഇവിടെ ഈ വള്ളം ഒക്കെ ആയിട്ട് നടക്കുന്നവരാണ്. ഇവിടെ ബോട്ട് സർവീസ് ഇല്ല, വള്ളമാണ് ഫുള്ളായിട്ടുള്ളത്. ഇതിനോട് ചുറ്റും ഇതേപോലെ ഒരു വഴിയുണ്ട്. അപ്പോൾ ഈ വഴി കൂടി നമുക്ക് പോകുമ്പോഴത്തേക്കും ഈ നദിയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ചെറിയ ചെറിയ ഡാമുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ മേഘാലയ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട് മേഘാലയയിൽ കാണാനായിട്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഗുഹയുടെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ ഗുഹയിൽ തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ നദിയിലാണെങ്കിലും ഒരു നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് അല്ല കിട്ടുന്നത്. വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം തന്നെയാണ്. മീനൊക്കെ നടക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഈ നദിയെക്കുറിച്ച് ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഡ്രോൺ വ്യൂ പോലത്തെ മുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന കുറേ വ്യൂ. അപ്പോൾ അതിനകത്ത് വെള്ളം വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ കൊതിയാകുന്ന അതേ രീതിയിലുള്ള വെള്ളമാണ് അതിനകത്തുള്ളത്. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ തന്നെയാണ്. അധികമായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല. കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ മേഘാലയ നിങ്ങൾക്കൊരു പക്ഷേ ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. അതേപോലെ കുറച്ച് ഫോട്ടോസ് ഞാൻ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടുമായിരിക്കും ഫോട്ടോസ് എല്ലാം കാണുമ്പോൾ. ഒരിക്കലെങ്കിലും നിങ്ങൾ പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കൂടുതൽ ആളുകളും കാശ്മീരൊക്കെ പോകുമ്പോൾ അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് ഈ മേഘാലയ, സിക്കിം മേഘാലയ ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഈ ഭാഗത്തേക്കും ഇതേപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വരും ദിവസങ്ങളിൽ വീണ്ടും പുതിയ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വെള്ളത്തിൻ്റെ ക്ലാരിറ്റി എങ്ങനെയുള്ളതാണെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടാനായിട്ട് മറന്നു പോകരുത്. വരും ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.